കൂട്ടുകാരെല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചെറിയൊരു റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീഡിയോസ് ഒരു 27-28 വീഡിയോസോളം ചെയ്തിട്ടുണ്ട്. അതിൽ പകുതി കൂടുതൽ വീഡിയോസും ഞാൻ ഈ ഒരു മൊബൈൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എടുത്തിട്ട് ഇത് ഇറങ്ങിയ സമയത്ത് എടുത്ത മൊബൈലാണ് ഇറങ്ങി ഏകദേശം ഒരു മാസമാകുമ്പോഴാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ ഉപയോഗിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായതും അറിയാവുന്നതായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. വാട്ടർ പ്രൂഫാണ്. വെള്ളത്തിൽ തൊട്ടിറക്കി ഫോട്ടോ ഒക്കെ എടുക്കാം എന്നൊക്കെ പറയും. അപ്പോൾ ആരും അത് ചെയ്യാൻ നിൽക്കരുതെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഞാൻ കുറച്ച് മൊബൈൽ ടെക്നീഷ്യന്മാരുടെ അഭിപ്രായങ്ങൾ അതേപോലെ കേട്ടിട്ടുണ്ട്. അവർ തന്നെ പറയുന്ന കാര്യം ഐഫോണായാലും ഏത് ഫോണായാലും വാട്ടർ പ്രൂഫാണെന്ന് പറയുകയാണെങ്കിലും വെള്ളത്തിൽ മുക്കി പരീക്ഷണം നടത്തരുതെന്നാണ് അവരും പറയുന്നത്. പിന്നെ മൊബൈൽ കംപ്ലൈൻ്റ് ആയാലും കുഴപ്പമില്ല എന്ന് ചിന്താഗതിയുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, ചെയ്ത് നോക്കാം. അല്ലാത്തവരോടാണ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഫോണ് വെള്ളത്തിലിട്ട് കളിക്കരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം. ക്യാമറ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ക്യാമറയാണ്. 108 MB റിയർ ക്യാമറ. അത്യാവശ്യം വ്ളോഗർമാർക്കൊക്കെ പറ്റിയ മൊബൈൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വേറെ കുറേ പേർക്കൊക്കെ അറിയാം ഈ ഒരു മൊബൈൽ 12 GB റാമും 256 ഇൻ്റേണൽ മെമ്മറി സ്പേസ് കൂടിയിട്ടുള്ളൊരു ഫോണാണ്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, SD കാർഡ് ഉപയോഗിക്കാം. ഇതിൽ 2 സ്ലോട്ടാണുള്ളത്. ഒന്നില്ലെങ്കിൽ 2 സിം ഉപയോഗിക്കാം. അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്മ്, ഒരു SD കാർഡ് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ലോട്ടാണ്. പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വൈറ്റാണ്. ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ 2 ഡീമെറിറ്റ്സ് ആണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കറിയാം ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 6.9 ആണ്. അത്യാവശ്യം റെസൊല്യൂഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബാറ്ററി വരുന്നത് 4500 mAh ആണ്. നമ്മൾ ഒരുപാട് സമയം ഫോണ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ബാറ്ററി നിൽക്കാനുള്ള ചാൻസ് കുറവാണ്. പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നല്ല പറഞ്ഞത്, മറ്റു ഫോണുകളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കുറവായിരിക്കും നിൽക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ ഇപ്പോൾ ഫുൾ ടൈം നെറ്റ് ഉപയോഗിക്കുന്ന ഒരാൾ, നെറ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഓണാക്കിയിടുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ഡൗൺലോഡിങ് അപ്ലോഡിങ് ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ മണിക്കൂർ കണക്കിന് ഈ സാധനം ഉപയോഗിക്കുമ്പോൾ എൻ്റെ ബോഡി ഹീറ്റാവുന്നുണ്ട്. അത് രണ്ടാമത്തെ ഒരു പ്രശ്നം. ഈ 2 പ്രശ്നങ്ങളാണ് ഈ 5 മാസം ഞാൻ ഉപയോഗിച്ചതിൽ നിന്നും എനിക്ക് അനുഭവപ്പെട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് അത് നല്ലതായാലും നല്ല വശമായാലും ചീത്ത വശമായാലും ഫീൽ ചെയ്യുന്ന എന്തോ അത് നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, US വേർഷനിലൊക്കെയാണ് ഈ ഫോണിന് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ Exynos 990 ആണ് പ്രോസസ്സർ ഉപയോഗിക്കുന്നത്. പ്രോസസ്സർ കുഴപ്പമില്ല, പക്ഷെ മറ്റേതെന്ന് പറയുന്ന സമയത്ത് കുറച്ചും കൂടി സ്പീഡായിരിക്കും, നല്ല ഹൈ പെർഫോമൻസ് ആയിരിക്കും. ഇതിന് ഇതുവരെ ഉപയോഗിച്ചതിൽ വലിയ ലാഗും കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ പെർഫോമൻസും നല്ല അടിപൊളി പെർഫോമൻസാണ്. ക്യാമറ ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ക്യാമറയാണ്. പിന്നെ ഇതിൻ്റെ എസ് പെൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ പറയുക,
10 മീറ്റർ ദൂരത്തിൽ വരെ നമുക്ക് സെൽഫി എടുക്കുന്നതിനും പിക്ക് എടുക്കുന്നതിനുമൊക്കെ S Pen ഉപയോഗിക്കാവുന്നതാണ്. നല്ല പക്കയായിട്ട് കിട്ടും. ഹെവി യൂസേജൊക്കെ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഫോൺ തന്നെയാണ്. പിന്നെ അത്യാവശ്യം ഡ്രോയിങ് വരയ്ക്കാൻ അല്ലെങ്കിൽ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതിൽ തന്നെ അതിനുള്ള S Pen കൊണ്ട് വളരെ ലാഗൊന്നും ഇല്ലാന്ന് തന്നെ നമുക്ക് ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ മറ്റുമൊക്കെ ചെയ്യാൻ പറ്റും. ലൈവ് മെസ്സേജ്, ലൈവ് സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ക്രീനിൻ്റെ റിഫ്രഷ് റേറ്റ് 120 Hz വരെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പെർഫോമൻസ് ഒരു ആപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഫീൽ ചെയ്യും. ഗെയിമിങ് ആപ്പായാലും അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ കാണുകയാണെങ്കിൽ തന്നെ ആ ഒരു പെർഫോമൻസ് ശരിക്കും മനസ്സിലാവും. പക്ഷേ പുതിയ ആരെങ്കിലും ഈ യൂട്യൂബ് അല്ലെങ്കിൽ യൂട്യൂബ് വ്ളോഗർമാർ കോസ്റ്റ്ലി ആയിട്ടൊരു ഫോൺ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഇപ്പോൾ പുതിയ വേർഷൻ ഇറങ്ങിയിട്ടുള്ളത് 21 അതെടുക്കാനായിരിക്കും ഞാൻ പറയുക. കാരണം ഇതിലില്ലാത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത്, അതായത് വ്ളോഗിങ് ചെയ്യുന്ന ആളെയും വ്ളോഗറിനെയും ഒരേ സമയം, റിയർ ക്യാമറയും ഫ്രണ്ട് ക്യാമറയും ഒരേ സമയം പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഫീച്ചർ അതിലുണ്ട്. ഇതിലതില്ല. അപ്പോൾ പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളും കൂടി അതിലുണ്ട്. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതായിരിക്കും. ഈ ഫോൺ മോശം എന്നല്ല പറഞ്ഞ് ഇതിനെയും വെച്ച് കുറച്ചും കൂടി ഇറങ്ങിയിട്ടുള്ള ലേറ്റസ്റ്റ് വേർഷനിൽ കുറച്ചും കൂടി ബെറ്ററാണ്. ഇപ്പോൾ നിങ്ങളാരും ഇതൊരു റിവ്യൂ ആയിട്ട് കാണണ്ട. ഒരു മൊബൈൽ ഇത്രയും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മൊബൈൽ റിവ്യൂ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയുന്ന ഒരാൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളെന്ന് പറയുന്നത് സാധാരണ ഒരു യൂസറാണ്. അപ്പോൾ ഈ 3 മാസം ഉപയോഗിച്ച ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ അതിനെ അത്രമാത്രം കണ്ടാൽ മതി. പിന്നെ ഈ ഫോണെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഹൈ പെർഫോമൻസ് ആണ്. ഞാൻ ഈ മൊബൈൽ എടുത്തത് ഇന്ത്യയിൽ നിന്നല്ല UAE നിന്നാണ് എടുത്തത്. അന്ന് ഇറങ്ങിയ സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നിലവിലുള്ള പ്രൈസും കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ നല്ല പെർഫോമൻസ് ആയിട്ടുള്ള മൊബൈലാണ്. ഇതിൻ്റെ അടുത്ത വേർഷൻ എന്ന് പറയുന്നത് ഇതിനെയും വെച്ച് നല്ല പെർഫോമൻസാണ്. അപ്പോൾ കോസ്റ്റ്ലി ആയിട്ടുള്ള മൊബൈൽ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാം. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.